തൃശൂരിൽ സൈബർ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ടെത്തിയത് 10 കോടിയുടെ തട്ടിപ്പാണ്. 18ഉം 19ഉം വയസ്സുള്ളവരുടെ അക്കൗണ്ട് വഴി പണം കൈമാറ്റം നടന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ 8 പേർ അറസ്റ്റിലായി. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെ നടത്തിയ സംഘമാണ് അറസ്റ്റിലായെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷൻ നെഗുൽ ദേശ്മുഖ് 24 പറഞ്ഞു. തട്ടിപ്പുകാരിൽ നിന്ന് കിട്ടുന്ന പണം അത്രയും ഇത്തരത്തിൽ പാവ വിദ്യാർത്ഥികളുടെ അടക്കം അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുത്ത് മ്യൂൾ അക്കൗണ്ടുകളാക്കിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. പിടിയിലാകുന്നതിൽ അധികേവരും അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്തവരാണെന്ന കാര്യം വസ്തുതയാണ്. തൃശൂരിൽ നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഓപ്പറേഷൻ സൈബർ ഹണ്ട് സംസ്ഥാനത്താകെ രാവിലെ മുതൽ 6 മണി മുതൽ നടക്കുകയാണ്. തൃശ്ശൂരിലും അതുമായി ബന്ധപ്പെട്ട് വലിയ നീക്കമാണ് സിറ്റി പോലീസ് നടത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം കമ്മീഷണർ ചേരുകയാണ്. സർ, എന്താണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്? എത്ര കേസുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായി? നമുക്ക് ഈ സൈബർ ഹണ്ട് 2.0 ഡ്രൈവ് തുടങ്ങിയിട്ട് നമുക്ക് ടോട്ടൽ സിറ്റിയിൽ 35 നമുക്ക് ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ഷനബിൾ ഇൻപുട്സ് നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ 10 കേസ് പല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 10 കേസിൽ 8 പ്രതികൾ നമ്മൾ റിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ 4 കേസിൽ 4 പ്രതികളുടെ എതിരെ നമുക്ക് എവിഡൻസ് എല്ലാം ഫർദർ നോക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ 4 പേർക്ക് നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് ഈ സൈബർ ഡ്രൈവ് നടക്കുകയാണ്. എത്ര ഈ കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? കാരണം ഇങ്ങനെ നിരവധി തട്ടിപ്പുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻ്റർനെറ്റ് തട്ടിപ്പുകൾ, അതുപോലെ തന്നെ ATM കാർഡിൻ്റെ പിൻ നമ്പർ ചോദിച്ചുള്ള അതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം ഇവിടെയാണെന്നുള്ളത് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള വല്ലതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ല, ഇത് ഒരു നാഷണൽ ലെവൽ ഫിനോമിനാണ്. എല്ലാ ജില്ലകളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ പ്ലാൻ ചെയ്യാൻ നമുക്ക് തൃശ്ശൂർ ഇതിൻ്റെ കേന്ദ്രം ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ കേരള മുഴുവൻ ഈ ഡ്രൈവാണ്. സോ വി ആർ ഇൻഷുറിങ് ദാറ്റ് ഇങ്ങനത്തെ തട്ടിപ്പ് നമുക്ക് ഇവിടെ നടക്കണ്ട. എത്ര ലക്ഷം രൂപ വരെ നമുക്കിപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് ഇത്ര വലിയൊരു ഫ്രോഡാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ നമുക്ക് പറയാൻ കഴിയും എത്ര ലക്ഷം രൂപയുടെ ഫ്രോഡാണെന്ന്? ഇത് നമുക്ക് ഈ വലിയ വാല്യൂ, ഇത് 35 കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മോർ ദാൻ 10 crore ഉള്ള അത് വാല്യൂ വരും. ബട്ട് അതിൻ്റെ അകത്ത് പല അക്കൗണ്ട്സ് വളരെ ചെറിയ എമൗണ്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ടോട്ടൽ പോയ എമൗണ്ട് 30 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത തൃശ്ശൂരുള്ള അക്കൗണ്ട് 1.5 ലക്ഷം മാത്രം വന്നിട്ടുണ്ടാകും. സോ അങ്ങനെ ഈ 10 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ തൃശ്ശൂർ സിറ്റിയിൽ കേന്ദ്രീകരിച്ച് നമുക്ക് ഒരു അറൌണ്ട് 2 crore രൂപയുള്ള നമുക്ക് ഇന്ന റെയ്ഡ് പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് അങ്ങനത്തെ പ്രതികൾ നമ്മൾ മലയാളികൾ തന്നെയാണോ? നമ്മളിപ്പോൾ കണ്ട അക്കൗണ്ട് ഹോൾഡേഴ്സും അതുപോലുള്ള ആളുകൾക്ക് മലയാളികൾ തന്നെയാണോ? യെസ്. എന്തായാലും ആ ഓപ്പറേഷൻ പോലീസ് തുടരുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളും ഭാവി നീക്കങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞത്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.